السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. قال الله عز وجل: وقال رسول الله صلى الله عليه وسلم: إن في الجنة باب يقال له الريان يدخل منه الصائمون يوم القيامة لا يدخل منه أحد غيرهم. يقال: أين الصائمون؟ فيقومون: لا يدخل منه أحد غيرهم. فإذا دخلوا ولدوا ولم يدخل منه أحد. صدق رسول الله صلى الله عليه وسلم. പ്രിയമുള്ളവരെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചാൽ അല്ലാഹു പറയുന്നത്: യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കും, നിങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങളെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൽപ്പന നേരിട്ട് കൽപ്പിക്കുന്നത് പോലെ അല്ലാത്ത രൂപത്തിൽ വളരെ സ്നേഹത്തോടെ പറയുന്നത് കബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിർബന്ധമാക്കിയിരിക്കുന്നു പറയുന്നില്ല, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നുണ്ട്. നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കേണ്ടവരാണല്ലോ നാം. അള്ളാഹുവിന്റെ അടിയാറുകളായ മനുഷ്യരും ജിന്നുകളൊക്കെ. അപ്പൊ നമുക്ക് ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മറന്ന് ജീവിക്കുന്നത് പകരം ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തി അത് പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു മാസം നമ്മൾ നോമ്പ് നോക്കുക. അത് വളരെ നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കി എന്ന് പറയുന്നതിന് പകരം ഉടമസ്ഥനായ റബ്ബിന് അങ്ങനെ പറഞ്ഞാൽ മതി. എല്ലാ അധികാരങ്ങളുള്ള എല്ലാം പടച്ച റബ്ബിന് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അവന്റെ നല്ലൊരു ശൈലി, അടിമകളോടുള്ള വാത്സല്യത്തോടുകൂടിയുള്ള പറച്ചിൽ നിങ്ങളെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കബലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് മുമ്പുള്ള സമുദായങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ വേറെ ആഴ്ചകളിലൂടെ രോഗിയാണെങ്കിൽ ഒന്നും നോമ്പ് നോൽക്കേണ്ടതില്ല, അതിനുശേഷം നോമ്പ് തോറ്റാൽ മതി. അതുപോലെ യാത്രക്കാരനെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നോമ്പ് നോൽക്കുന്ന, നല്ല രൂപത്തിൽ നോമ്പ് നോൽക്കുന്നതിന് അതിന്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ.
അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം, വെള്ളം, പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതിന് പകരം എന്നതിനോടൊപ്പം തന്നെ ഒരുപാട് നല്ല ചിട്ടയായ ജീവിതം കൊണ്ടുവരേണ്ടതുണ്ട്. ഹറാമുകളൊന്നും ചെയ്യാതെയും. അതുപോലെ ജീവിതത്തിൽ പാടില്ലാത്ത തന്നെയാണ്, എന്നാൽ പ്രത്യേകിച്ച് റമദാനിൽ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട്, ഒരു തെറ്റുപോലും വരാതെ സൂക്ഷിച്ചുകൊണ്ട്, ഒരു ചീത്ത പ്രവർത്തി, ഹറാമല്ലെങ്കിലും ഹറാത്തല്ലെങ്കിൽ കൂടി ഒരു മോശമാകുന്ന ഒരു വാക്കോ പ്രവർത്തിയോ നമ്മളൊന്നും വരാത്ത രൂപത്തിൽ അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച് നല്ല നോമ്പുകാരായ ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, ഒരു കവാടം, ഒരു വാതിൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതിനെ പറ്റി പറയുന്നു. തീർച്ചയായിട്ടും സ്വർഗത്തിലുണ്ട് ബാബൻ, ഒരു വാതിലുണ്ട്. യുഖാലു ലഹു, ആ വാതിലിനെ പറയപ്പെടുന്ന, കവാടത്തെ പറയപ്പെടുന്നത് എന്താണ്? റയ്യാൻ, റയ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാതിൽ. നോമ്പ് നോൽക്കുന്നവരാണ് ആ കവാടത്തിലൂടെ, വാതിലൂടെ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്ക്. ഖിയാമത്ത് നാളിൽ നോമ്പുകാരല്ലാത്ത ഒരാളും തന്നെ അതിലൂടെ പ്രവേശിക്കുന്നില്ല. യുക്കാൽ പറയപ്പെടുന്നതാണ് അതിന് സ്വാഇമോൻ, എവിടെയാണ് നോമ്പുകാർ? അപയക്കുമോന, പല ഭാഗത്തായി നിൽക്കുന്നവർക്ക് ആ ഒരു കുത്തി നിൽക്കുന്നതാണ്. നോമ്പുകാരല്ലാത്ത ഒരാളും അതിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ നോമ്പുകാരൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതടക്കപ്പെടും. നിന്നും അഹദുൻ വൈറോ, അവരില്ലാത്ത ഒരാൾ തന്നെ അപ്പൊ അതിലൂടെ പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ പറയില്ല. ഇത്രയും സുന്ദരമായ ഒരു നേട്ടം, സുന്ദരമായ പദവി ലഭിക്കുന്നവരാണ് നോമ്പ് നോക്കുന്നത്. അല്ലാഹുവിന് വേണ്ടി സുബ്ഹി ആയത് മുതൽ